വീണ്ടും ഒരു മേളം കേൾക്കാൻ വരാൻ പോണത്. ഇനി വരുന്ന മേളത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ സ്വന്തം തൃശ്ശൂരത്തെ മേളക്കാരാണ് വരുന്നത്. വിവേകോദയ സ്കൂളിലെ കുട്ടികളാണ്. അത് പൊളിച്ചു തൃശ്ശൂർക്കാരാണല്ലേ. ഓക്കെ, അപ്പൊ നിങ്ങള് ഈ മേളം കുറെ നാളായിട്ട് പഠിക്കുന്നുണ്ടോ? അതെ. എവിടെയെങ്കിലും ഇങ്ങനെ ക്ഷേത്രത്തില് ചെയ്തിട്ടുണ്ടോ? പോവാറുണ്ട്. അപ്പൊ സ്ഥിരം മേളക്കാരാണ്, പ്രൊഫഷണൽസ് ആണ്. അത് ശരി. എല്ലാവരും ഒരു ടീമായിട്ട് അങ്ങനെയാണോ പോന്നെ? അങ്ങനെയാണോ? വേറെ ആയിട്ട്. അയ്യോ, ഇതാരാ? നയൻത്തിന്റെ പൊന്നോ, എനിക്ക് വയ്യ. എങ്ങനെയുണ്ട് മേള മത്സരമൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നു. മുമ്പ് വരാറുണ്ടോ? ആദ്യമായിട്ടാണോ? മുമ്പ് വന്നിട്ടുണ്ടോ? അപ്പൊ നല്ല ഇഷ്ടപ്പെട്ടോ? കലോത്സവം അടിപൊളിയാണോ? ഇഷ്ടപ്പെട്ടു. നമ്മുടെ തൃശ്ശൂര് തന്നെയുള്ള കലോത്സവത്തിൽ വരാൻ പറ്റില്ലേ? തൃശ്ശൂര് മുൻപ് മേളത്തിനൊക്കെ പോവാറുണ്ട്. ഇപ്പൊ പറഞ്ഞതുപോലെ പ്രൊഫഷണൽ മേളം ചെയ്യാറുണ്ടോ? ഇല്ല, കുറവാ. തുടങ്ങിയിട്ടുള്ളൂ നമ്മളല്ലേ? അതെ, ഈ സംസാരം കേൾക്കുമ്പോ അല്ലെങ്കിൽ ആ ഭാവമൊക്കെ ഒന്ന് നോക്കിയേ. വലുതാവുമ്പോ വലിയൊരു മേള പ്രമാണിയാവാളും ചെയ്യും. ഒരുപാട് ഫാൻസും ഉണ്ടായിരിക്കും. അതന്നെ, ചിരി എല്ലാരും വീഴ്ത്താനുള്ള ഒരു ചിരിയാണ്. നോക്ക് എന്ത് ക്യൂട്ടാ, നോക്ക്. അടിപൊളി. ഇപ്പൊ ഫാൻസ് ആൾക്കായിട്ടാ. അല്ല, നമ്മളിങ്ങനെ സമയത്ത് ഇതാ ഓൾറെഡി അവര് ചിരി ഫാൻസുകാരുണ്ടെന്നാ പറയണേ. കാര്യമായിട്ടാണോ? കാര്യമായിട്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏതാ സ്കൂളെന്ന് പറഞ്ഞേ? വിവേകോദയം. അത് ശരി, നമ്മുടെ അയൽവക്കമാണ്. അപ്പൊ നിങ്ങൾ പൊളിക്കില്ലേ? ശരി, അപ്പൊ എന്തായാലും ഇനി അധികം വർത്തമാനം ഇല്ല. ശരി, പെർഫോമൻസിലേക്ക് പോവാം.
പൊളിച്ചടിക്കും മക്കളെ നിങ്ങള്. സ്കൂൾ മിനിയേച്ചർ പൂരം കണ്ടൊരു ഫീൽ അല്ലേ? ഇവിടെ സെന്ററിൽ നിർത്തിയതിന്റെ മെയിൻ ഉദ്ദേശം മനസ്സിലായില്ലേ? ആളുകൂടി. അതെ അതെ, ഭാവിയിലെ മാരാരാണ് അല്ലേ? എന്തായാലും നിങ്ങൾ മേളം അവതരിപ്പിക്കുന്നവരാണ്. എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ പെർഫോമൻസ്? അവര് നന്നായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. കഠിനാധ്വാനമായിട്ടാണ് അവര്, നമ്മൾ പ്രതീക്ഷിച്ചാട്ടും അവര് നന്നായി കഠിനാധ്വാനം ചെയ്തിട്ട്. പിന്നെ തൃശ്ശൂർ എന്ന് പറഞ്ഞ മേളത്തിന്റെ മെയിൻ ഈറ്റല്ലെന്ന് പറയില്ലേ, പൂരമില്ലാത്ത നാട്, തൃശ്ശൂരില്ലാത്ത എന്താ പരിപാടി? തൃശ്ശൂരിന്റെ മക്കള് മേളത്തിന്റെ തിരക്ക്. അപ്പോ ഈ മേളത്തിന്റെ ഈ ഇത് കളക്കുമ്പോ പഞ്ചാരിയാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. 3, 4, 5 അവര് കൊട്ടിയിട്ടുള്ളത്. ഇരിങ്ങാലക്കുട, ആറാട്ടുപുഴ, ഇങ്ങനെ ഉള്ള മേളങ്ങളുടെ മെയിൻ സ്ഥലം തൃശ്ശൂരാണല്ലോ. അപ്പൊ പഞ്ചാരിയാണ് മേളത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു ഇത് അരങ്ങേറ്റം നടത്തി പഠിപ്പിക്കാനും കാര്യങ്ങളൊക്കെ ആയാലും. അപ്പൊ അതിനു വേണ്ടി ഇവര് ഓരോ ആശാന്മാരുടെ അടുത്താണ് പഠിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ അതൊന്ന് തിട്ടപ്പെടുത്തി നമ്മൾ കുഴല് പഠിപ്പിച്ച്, കുഴലാണ് ഞാൻ അലിഞ്ഞിത്തറ മേളത്തിന്റെ കുഴലുകാരനാണ് തൃശ്ശൂർ പൂരത്തിന്. ഈ അലിഞ്ഞിത്തറ മേളത്തിന്റെ പ്രമാണിയുടെ പേരക്കുട്ടിയാണ് തൃശ്ശൂർ പൂരത്തിലെ കിഴക്കുട്ടാനിയന്മാരുടെ പേരക്കുട്ടിയാണ്. TCVയിൽ നമ്മൾ മുൻപും സംസാരിച്ചിട്ടുണ്ടല്ലേ? ചെറിയ പയ്യൻ എന്ന് പറഞ്ഞ കുറ്റൂർ രാധാകൃഷ്ണൻ നേതലക്കാവ് വളരെ അടിയന്തരക്കാരന്റെ ശിഷ്യനാണ്. ഈ കുട്ടി അയ്യന്തോള് കണ്ണൻ എന്ന് പറഞ്ഞ ആളുടെ ശിഷ്യനാണ്. അങ്ങനെ തൃശ്ശൂരിന്റെ പ്രഗത്ഭ അഭിഷേക് നല്ലങ്കര യുവപ്രമാണി തൃശ്ശൂരത്തിന്റെ ആളുടെ ശിഷ്യനാണ് ഇയാള്. അപ്പൊ പനമുക്ക് രാമു എന്ന് പറഞ്ഞ ആളുടെ ശിഷ്യനാണ് ഇയാള്. അപ്പൊ എല്ലാവരും ഇതിനകത്തുള്ള പങ്കെടുത്ത ശിഷ്യനാണ് ഇയാള്. അപ്പൊ എല്ലാ ആശാന്മാരുടെയും പഠിച്ചു വന്നത് നമ്മളത് ഒരുമിച്ചാക്കി ഒരു ഇതിലെ കീഴകയില്. പിന്നെ പാർമേക്കാവ് ആദർശം എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു എൻ്റെ കൂടെ. ഞങ്ങൾ 2 പേരും കൂടിയാണ് അതൊന്ന് ശരിയാക്കി കുഴല് ഫുള്ള് നമ്മൾ പഠിപ്പിച്ച് കൊമ്പും പഠിപ്പിച്ച് കൊടുത്ത് അവരെ ഉപജില്ല, ജില്ല എല്ലാം ഫസ്റ്റ്, ഉപജില്ല തൊട്ടടിച്ച് സ്റ്റേറ്റ് വരെ വിവേകോദയത്തിന് ഫസ്റ്റ് മേടിച്ചു കൊടുത്ത്. ഇതിപ്പോ നമ്മള് തൃശ്ശൂരത്തെ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ഗുരുക്കരുടെ ശിഷ്യന്മാരാണ്. ഭാവി തലമുറയിലെ മേള പ്രമാണിമാരും അല്ലേ, പൂരം നയിക്കേണ്ടവരും. മേളം ഗംഭീരമായിട്ട് തന്നെ നിങ്ങൾ ഈ മത്സരം കഴിഞ്ഞാലും ഇത് കണ്ടിന്യൂ ചെയ്യണം. ഞാൻ ചെയ്യും, ഉറപ്പാണല്ലേ? അപ്പൊ നിങ്ങളുടെ സ്കൂളിൽ നിന്നൊക്കെ കൂട്ടുകാരൊക്കെ കാണാൻ പറ്റും നമ്മുടെ മുറ്റത്ത് നടക്കുന്നത്. കൂട്ടുകാരൊക്കെ ഇവിടെ നിങ്ങൾ ഇവിടെ വന്ന് ഫാൻസ് ആയതാണോ അത് ഓൾറെഡി? അവന്റെ കൂട്ടുകാരാ. അത് ശരി, കൂട്ടുകാരായിട്ട് നടക്കല്ലേ? അപ്പൊ എന്തായാലും ശരി. അപ്പൊ അയ്യോടാ അങ്ങോട്ട് നോക്ക്, കുറച്ചേരം ഇവിടെ നിന്ന് ഈ ചിരി ഒന്ന് കണ്ട് ഞങ്ങൾ കുറച്ചുകൂടെ ഒന്ന് എൻജോയ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇവർക്കുള്ള മൊമെന്റോ നൽകാൻ പോവാണ്. എല്ലാവരും ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ നൽകുന്ന ഒരു കുഞ്ഞു സമ്മാനമുണ്ട് എല്ലാവർക്കും, നമ്മുടെ തൃശ്ശൂർക്കാരായ കുട്ടികൾക്ക് എല്ലാവരും ചേർന്നൊരു കൈയടി കൊടുക്കോ. താങ്ക് യു സോ മച്ച്. ഒരു കിടിലം മേളം ഞങ്ങൾക്ക് സമ്മാനിച്ചതിന് താങ്ക് യു.